ഹലോ എവ്രി വൺ, ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ്. വെൽക്കം ബാക്ക് ആൻഡ് സോറി ഫോർ ദി ബ്രേക്ക്. സെമസ്റ്റർ എക്സാം ആയിരുന്നു. കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ടൈറ്റിൽ കണ്ടു കാണും. ഇന്നത്തെ വിഷയം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ്. എന്താണ് യൂണിഫോം സിവിൽ കോഡ്? ഇന്ത്യയിൽ UCC നിലവിൽ കൊണ്ടുവരേണ്ടതിന്റെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്തൊക്കെയാണ് അതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടുമുള്ള അഭിപ്രായങ്ങൾ? ഇതിലേക്കൊക്കെ ഞാൻ വരാം. പക്ഷെ ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത്? അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പ്രസക്തി? 130 കോടി ജനങ്ങൾ ഏറ്റെടുത്ത അംഗീകരിച്ച ഒരു നടപടിയായിട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കൊടിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ടിനെ വിശേഷിപ്പിച്ചത്. കാരണം 2014-ലെയും 2019-ലെയും BJP ഇലക്ഷൻ മാനിഫെസ്റ്റോയിലെ ഒരു വാഗ്ദാനമായിരുന്നു CAA നിലവിൽ കൊണ്ടുവരുമെന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: CAAയ്ക്ക് പുറമെ മറ്റെന്തൊക്കെയാണ് 2019-ലെ BJP മാനിഫെസ്റ്റോയുടെ ഭാഗമായിരുന്നത്? 4 വാഗ്ദാനങ്ങളിലേക്ക് നമുക്ക് വരാം. 1. ആർട്ടിക്കിൾ 370 റദ്ദാക്കും. 2. അയോധ്യയിൽ റാം മന്ദിർ. 3. സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് CAA. 4. ഒരു യൂണിഫോം സിവിൽ കോഡ് നിലവിൽ കൊണ്ടുവരും. ബാക്കിയുള്ള വാഗ്ദാനങ്ങളൊക്കെ വെളിച്ചം കണ്ട സാഹചര്യത്തിൽ ഇവിടെ അവശേഷിക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് മാത്രമാണ്. സംഘും ജനസംഘും ഒക്കെ വളരെ ശക്തമായി മുൻപോട്ട് വെച്ചതാണ് യൂണിഫോം സിവിൽ കോഡിന്റെ ഡിമാൻഡ്. അതുകൊണ്ട് തന്നെ BJP വളരെ സ്റ്റബോണായി യൂണിഫോം സിവിൽ കോഡ് നിലവിൽ കൊണ്ടുവരും എന്ന വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതുവരെയുള്ള BJP നടപടികളുടെ വെളിച്ചത്തിൽ, കേന്ദ്ര സർക്കാർ ഓരോ ആശയങ്ങളും മുൻപോട്ട് വെക്കുന്ന ഇംപ്ലിമെന്റേഷൻ രീതിയുടെ വെളിച്ചത്തിൽ, അത് രാജ്യത്ത് ഇതുവരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളുടെ, കലാപങ്ങളുടെ, അസഹിഷ്ണുതയുടെ വെളിച്ചത്തിൽ BJPയുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിലവിൽ അവശേഷിക്കുന്ന യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നത് വളരെ പ്രസക്തമാണ്. പ്രധാനമായും 2 തരത്തിലുള്ള നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്: ക്രിമിനൽ നിയമങ്ങൾ, സിവിൽ നിയമങ്ങൾ. ക്രിമിനൽ ലോസ് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, കാസ്റ്റ്, റിലിജൻ എക്സെട്ര. അതായത് ഏത് നിയമം ആർക്ക് ബാധകമെന്ന കാര്യത്തിൽ മതം ഒരു നിർണായക ഘടകമല്ല. ഉദാഹരണത്തിന്, ഒരു ഹിന്ദു കൊലപാതകം ചെയ്താലും മുസ്ലിം കൊലപാതകം ചെയ്താലും രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നത് IPC സെക്ഷൻ 302 കീഴിൽ തന്നെയാണ്. മതത്തിന്റെ പേരിലുള്ള വേർതിരിവ് അവിടെയില്ല. ഭൂരിഭാഗം സിവിൽ നിയമങ്ങളും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ സിവിൽ നിയമങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേക വിഭാഗമുണ്ട്: പേഴ്സണൽ ലോസ്, വ്യക്തിഗത നിയമങ്ങൾ. അതായത് മാരേജ്, ഡിവോഴ്സ്, അഡോപ്ഷൻ, മെയിൻ്റനൻസ് ആൻഡ് ഇൻഹെറിറ്റൻസ് എന്നീ 5 ഘടകങ്ങളെ സംബന്ധിക്കുന്ന നിയമങ്ങൾ. ഇവിടെ പക്ഷേ ഓരോ മതത്തിനും മതഗ്രന്ഥങ്ങളുടെയും ആചാരങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യത്യസ്ത നിയമങ്ങളാണുള്ളത്. മുസ്ലിം പേഴ്സണൽ ലോ 1937, ദ ഇന്ത്യൻ ക്രിസ്ത്യൻ മാരേജ് ആക്ട് 1872 എക്സെട്ര. അതുകൊണ്ട് തന്നെ യൂണിഫോം സിവിൽ കോഡ് പേഴ്സണൽ നിയമങ്ങളിൽ നിലനിൽക്കുന്ന ഈ വേർതിരിവ്, വ്യത്യാസം ഒഴിവാക്കി എല്ലാ പൗരന്മാർക്കും ഒരൊറ്റ സെറ്റ് ഓഫ് നിയമങ്ങൾ കൊണ്ടുവരിക എന്നതാണ്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ യൂണിഫോം സിവിൽ കോഡ് സ്ഥാനം പിടിക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ ആർട്ടിക്കിൾ 44-ലാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നിർദ്ദേശക തത്വങ്ങൾ, പക്ഷേ എൻഫോഴ്സിബിൾ അല്ല. അത് സർക്കാരിനുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ്. സമയമെടുത്ത് വരും വർഷങ്ങളിൽ ഉചിതമായ സാഹചര്യങ്ങൾ വരുമ്പോൾ മുൻപോട്ട് കൊണ്ടുവരാനുള്ള ഭരണഘടന സർക്കാരിന് നൽകുന്ന നിർദ്ദേശങ്ങൾ. 1950-ൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുത്തുന്നതിന് പകരം അന്ന് തന്നെ എന്തുകൊണ്ട് UCC നിലവിൽ കൊണ്ടുവന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ത്യ അന്നതിന് തയ്യാറായിരുന്നില്ല എന്നതാണ്. മതത്തിനെ അടിസ്ഥാനമാക്കിയുള്ള പാർട്ടിഷൻ, ഇന്ത്യ പാകിസ്ഥാൻ ഫോർമേഷൻ, അതിർത്തികളുടെ 2 വശങ്ങളിലേക്കുമുള്ള കോടികളുടെ മൈഗ്രേഷൻ, വർഗീയ കലാപങ്ങൾ, ഇതിൻ്റെയൊക്കെയിടയിൽ UCC കൊണ്ടുവരിക എന്നത് ഇംപോസിബിൾ ആയിരുന്നു. അങ്ങനെ 1950-കളിൽ ജവഹർലാൽ നെഹ്റുവും BR അംബേദ്കറും ഒക്കെ നേതൃത്വം നൽകിക്കൊണ്ട്, എസ്പെഷ്യലി 1941-ലെ BN റാവു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഹിന്ദു നിയമങ്ങൾ മാത്രം കോഡിഫൈ ചെയ്യുകയാണ്. അതായത് ഹിന്ദു വ്യക്തിഗത നിയമങ്ങളിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളും വേർതിരിവുകളും ഒക്കെ മാറ്റി, ഫോർ എക്സാമ്പിൾ സ്ത്രീകൾക്ക് പിന്തുടർച്ച അവകാശം, റൈറ്റ് ടു ഡിവോഴ്സ് തുടങ്ങിയവ നൽകിക്കൊണ്ട്, പോളിഗമി ബാൻ ചെയ്തുകൊണ്ട് 4 ഭാഗങ്ങളിലായി ഹിന്ദു കോഡ് ബിൽ നിലവിൽ വന്നു. ക്രിസ്ത്യൻ, മുസ്ലിം, പാഴ്സി നിയമങ്ങളിൽ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. കാരണം GR രാജഗോപാലിന്റെ വാക്കുകളിൽ ഹിന്ദു കോഡ് ബിൽ ഒരു ട്രയൽ പോലെയായിരുന്നു. നിലവിൽ കൊണ്ടുവന്ന് അത് വ്യക്തമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചാൽ മറ്റു സമുദായങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോഡിഫിക്കേഷൻ ആവശ്യപ്പെടാം. പക്ഷേ ഭരണഘടന നിലവിൽ വന്ന് 70 വർഷങ്ങൾ പിന്നിടുമ്പോഴും പഞ്ചായത്തി രാജ് പോലെയുള്ള മറ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നിയമമായി നിലവിൽ വന്നിട്ട് പോലും ഇന്നും യൂണിഫോം സിവിൽ കോഡ് ഒരു നിർദ്ദേശം മാത്രമായി നിലനിൽക്കുന്നു.
So, is it time to implement it? സുപ്രീം കോടതിയുടെ മുൻപിൽ ഒരു കേസ് എത്തുകയാണ്. മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷാ ബാനു ബീഗം. ഷാ ബാനു എന്ന വൃദ്ധയായ സ്ത്രീയെ അവരുടെ ഭർത്താവ് ഡിവോഴ്സ് ചെയ്തു. മുസ്ലിം വ്യക്തിഗത നിയമം അനുസരിച്ച് 3 മാസം മാത്രമാണ് ഭർത്താവ് അവൾക്ക് മെയിൻ്റനൻസ് നൽകേണ്ടത്. പക്ഷെ അതിനുശേഷം തുടർന്ന് ജീവിക്കാനുള്ള യാതൊരു മാർഗവും ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല. ഷാ ബാനു കോടതിയോട് ഉന്നയിച്ച ചോദ്യം ഇതാണ്: ഒരു ഹിന്ദു വനിതയ്ക്ക് ഡിവോഴ്സിന് ശേഷം ജീവിതകാലം മുഴുവൻ മെയിൻ്റനൻസ് ലഭിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു മുസ്ലിം വനിതയ്ക്ക് അത് ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് ഇവിടെ ഒരു ഈക്വൽ റൈറ്റ് ടു മെയിൻ്റനൻസ് ഇല്ല? മറ്റൊരു കേസ് കൂടി നോക്കാം. 28 വയസ്സ് മാത്രം പ്രായമുള്ള 5 കുട്ടികളുടെ അമ്മയായ ഒരു മുസ്ലിം വനിത 2005 ജൂൺ 6-ന് 69 വയസ്സ് പ്രായമുള്ള അവരുടെ ഫാദർ ഇൻ ലോ അലി മുഹമ്മദ് അവരെ റേപ്പ് ചെയ്തു. സംഭവം ഒരു ലോക്കൽ മുസ്ലിം പഞ്ചായത്തിന് മുൻപിൽ എത്തുകയാണ്. ഒടുവിൽ തീരുമാനം വന്നത് അവർ ഇനി മുതൽ ഭർത്താവായ നൂറുല്ലാഹിയെ മകനായി കണക്കാക്കുക. അവരുടെ വിവാഹം നൾ ആൻഡ് വോയിഡായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലെ മതേതര ഇന്ത്യയിലാണ് എന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥിതിക്കും ഭരണഘടനയ്ക്കും ആക്ഷേപമുണ്ടാക്കുന്നതാണ്. 1986 മേരി റോയ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. സിറിയൻ ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് അവരുടെ സഹോദരന്മാരെ പോലെ പിന്തുടർച്ച അവകാശം ലഭിക്കാൻ ഈ നിയമ പോരാട്ടം വേണ്ടി വന്നു. ഇവിടെ കണ്ട ഉദാഹരണങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് വ്യക്തമായ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ്. ഓരോ മതങ്ങൾക്കും അവരുടേതായ വ്യക്തിഗത നിയമങ്ങൾ ഉണ്ടെങ്കിലും സമുദായത്തിനുള്ളിൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമല്ല. സ്ത്രീകൾക്കെതിരായ നീചമായ വിവേചനം ഭൂരിഭാഗം വ്യക്തിഗത നിയമങ്ങളെയും അടക്കി ഭരിക്കുന്നു. ഷാ ബാനു കേസിൽ വിധി പ്രഖ്യാപിച്ചുകൊണ്ട് സുപ്രീം കോടതി ഉന്നയിച്ച ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് ഇതുവരെ പ്രാബല്യത്തിൽ കൊണ്ടുവരാത്തത്? സുപ്രീം കോടതിയുടെ വാക്കുകളിൽ, ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് റിഗ്രറ്റ് ദാറ്റ് ആർട്ടിക്കിൾ 44 ഹാസ് റിമെയിൻഡ് എ ഡെഡ് ലെറ്റർ. ഒരു കേസിൽ നിന്ന് അടുത്ത കേസിലേക്ക് എന്ന രീതിയിൽ സമൂഹത്തിൽ നീതി ഉറപ്പാക്കുന്നതിലും എത്രയോ പ്രായോഗികമാണ് ഒരു ഏകീകൃത പൗര നിയമം നിലവിൽ കൊണ്ടുവന്ന സാമൂഹിക നീതിയും സമത്വവും ഉറപ്പാക്കുന്നത്. ഏതൊരു മതേതര രാജ്യവും പ്രാധാന്യം നൽകേണ്ടത് മനുഷ്യ അവകാശങ്ങൾക്കാണ്, സാമുദായിക അവകാശങ്ങൾക്കപ്പുറം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പറയുന്നു: എല്ലാ പൗരന്മാർക്കും സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ നീതി, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുമെന്നും. മൗലിക അവകാശങ്ങളിലെ ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്, ആർട്ടിക്കിൾ 15 റൈറ്റ് അഗൈൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമായതോ അവയെ ഹനിക്കുന്നതോ ആയ നിയമനിർമ്മാണം ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപോ അതിനുശേഷമോ കൊണ്ടുവരാൻ പാടില്ല എന്ന് ആർട്ടിക്കിൾ 13 പറയുന്നു. ഇത് തന്നെയാണ് UCC അനുകൂലിച്ചുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം. ഇന്ത്യയിൽ സാമൂഹിക നീതിയും സമത്വവും ഉറപ്പുവരുത്താൻ ഒരു ഏകീകൃത സിവിൽ കോഡ് നിലവിൽ കൊണ്ടുവരണം. എല്ലാ വിഭാഗങ്ങളിലുമുള്ള ജനങ്ങൾക്ക് വിവേചനം കൂടാതെ മൗലിക അവകാശങ്ങളിലുള്ള മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരേപോലെയുള്ള അവകാശങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കണം ആ സിവിൽ കോഡ്. സ്ത്രീകളുടെ അവകാശങ്ങൾ മാത്രമല്ല, LGBTQ+ കമ്മ്യൂണിറ്റിയെയും ഒരുപോലെ പരിഗണിക്കുന്ന പ്രോഗ്രസീവ് ആയ ഒരു യൂണിഫോം സിവിൽ കോഡാണ് നമുക്ക് വേണ്ടത്. UCC അനുകൂലിച്ചുകൊണ്ട് KM മുൻഷിയും അല്ലടി കൃഷ്ണസ്വാമി അയ്യരും BR അംബേദ്കറും മുൻകൂട്ടി വെച്ച അഭിപ്രായങ്ങൾ ഇതാണ്: ഇന്ത്യയിൽ വ്യക്തിഗത നിയമങ്ങൾ അനുവദിക്കുന്നിടത്തോളം കാലം സ്ത്രീകൾക്ക് സമത്വം യാഥാർത്ഥ്യമാവില്ല. ദേശീയ ഐക്യം, നാഷണൽ ഹാർമണിക്ക് UCC നിലവിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ വ്യക്തിഗത നിയമങ്ങളിൽ ഇതുവരെ വന്നിട്ടുള്ള നവീകരണങ്ങളൊക്കെ ഒരു ഏകീകൃത രീതിയിലല്ല വന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഹിന്ദു നിയമങ്ങളും ക്രിസ്ത്യൻ നിയമങ്ങളും ഓവർ ദി ഇയേഴ്സ് വലിയൊരു ശതമാനം വരെ നവീകരിക്കപ്പെട്ടു. പക്ഷെ മുസ്ലിം നിയമങ്ങളിൽ കമ്പാരിറ്റീവ്ലി വളരെ ചുരുക്കം പുരോഗതികൾ മാത്രമാണ് വന്നിട്ടുള്ളത്. ഇതും UCCയുടെ ആവശ്യം ഉയർത്തിപ്പിടിക്കുന്നു. ആൻഡ് ഫൈനലി, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നിർബന്ധമായി നിലവിൽ കൊണ്ടുവരാൻ സർക്കാരിന്റെ ബാധ്യതയില്ലെങ്കിൽ പോലും ആർട്ടിക്കിൾ 37 പ്രകാരം നിർദ്ദേശക തത്വങ്ങൾ രാജ്യത്തിന്റെ ഭരണത്തിൽ വളരെ അടിസ്ഥാന പങ്ക് വഹിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ അവ നിലവിൽ കൊണ്ടുവരിക എന്നത് ഏതൊരു ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെയും ഉത്തരവാദിത്തമാണ്. ഇരുപത്തിയൊന്നാം ലോ കമ്മീഷൻ അഭിപ്രായപ്പെട്ടത് ഇന്ത്യയിൽ UCC is neither necessary nor desirable എന്നാണ്. മിക്ക രാജ്യങ്ങളും ഇന്ന് വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈവിധ്യങ്ങളുണ്ട് എന്നതിനർത്ഥം അവിടെ നിർബന്ധമായും വിവേചനമുണ്ട് എന്നല്ല. ഡൈവേഴ്സിറ്റിയും ഡിഫറൻസും ഒക്കെയാണ് ജനാധിപത്യത്തെ ശക്തമാക്കുന്നത്. ഇതായിരുന്നു ലോ കമ്മീഷന്റെ അഭിപ്രായം. ഇത് തന്നെയാണ് UCCക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ഏറ്റവും ശക്തമായ ആർഗ്യുമെന്റ്. ഇന്ത്യയെ ഇന്ത്യയാക്കുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്, യൂണിറ്റി ഇൻ യൂണിഫോമിറ്റി അല്ല. ഭരണഘടനയുടെ അനുച്ഛേദം 25, 26 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഒരു ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരുമ്പോൾ മുറിവേൽക്കപ്പെടുന്നത് ഈ 2 അനുച്ഛേദങ്ങൾക്കാണ്.
ഒരു വ്യക്തിയുടെ മതസ്വാതന്ത്ര്യം, മതഗ്രന്ഥങ്ങൾക്കും ആചാരങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം നിയമങ്ങൾ ഏകീകരിക്കപ്പെടുമ്പോൾ അത് നഷ്ടമായി എന്ന് പറയാം. UCCയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഡിബേറ്റും ഇത് തന്നെയാണ്. മതസ്വാതന്ത്ര്യം ഒരു വശത്ത്, യൂണിഫോം സിവിൽ കോഡ് മറുവശത്ത്, ഫണ്ടമെന്റൽ റൈറ്റ് ഒരു വശത്ത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ മറുവശത്ത്. അനുച്ഛേദം 29 സ്വന്തമായി ഭാഷയോ ലിപിയോ സംസ്കാരമോ ഉള്ള ഏതൊരു വിഭാഗത്തിനും അത് സംരക്ഷിക്കാനുള്ള അവകാശം. ഇന്ത്യയിൽ വിഭിന്നമായ ഒരുപാട് സംസ്കാര രീതികളുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലെ ഗോത്രവർഗ്ഗങ്ങളുടെ ഇടയിൽ അവരെ മാത്രം വ്യാഖ്യാനിക്കുന്ന യുണീക്കായ പല ആചാരങ്ങളും പ്രക്രിയകളും അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതിൽ പലതും മാരേജിനെയും ഡിവോഴ്സിനെയും ഒക്കെ കൺസേൺ ചെയ്യുന്നതാണ്. ഈ വിഭിന്നതയാണ്, ഈ യുണീക്നെസ് ആണ്, ഈ സംസ്കാര വൈവിധ്യമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇന്ത്യ. യൂണിഫോം സിവിൽ കോഡ് അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 29 എതിരെയാണ്. എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യമായതും എല്ലാ സംസ്കാരങ്ങളെയും സംരക്ഷിക്കുന്നതുമായ ഒരു UCC നിലവിൽ കൊണ്ടുവരിക എന്നത് നിയർ ടു ഇമ്പോസിബിൾ ആണ്. കാരണം ഇന്ത്യയിൽ ഒരുപാട് കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ UCC ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെയും ഒരു മെജോറിറ്റേറിയൻ ടെൻഡൻസി ഉള്ളതുമാകാനുള്ള സാധ്യത ഏറെയാണ്. ഫൈനലി, വൺ ലാസ്റ്റ് തിങ്. കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്സ് അഭിപ്രായപ്പെടുന്നത് ഭരണഘടന സംസാരിക്കുന്നത് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യൂണിഫോം എന്നാണ്, കോമൺ എന്നല്ല. കോമൺ സിവിൽ കോഡ് ആയിരുന്നെങ്കിൽ സംശയമില്ല, എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആയ ഒരു കോമൺ സെറ്റ് ഓഫ് ലോസ്. പക്ഷേ യൂണിഫോം എന്ന വാക്ക് നമ്മളെ മറ്റൊരു ഇന്റർപ്രിട്ടേഷനിലേക്ക് നയിക്കാം. ഒരു പ്രത്യേക മതത്തിനുള്ളിലുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആയ ഒരു യൂണിഫോം സെറ്റ് ഓഫ് ലോസ്. അതായത് ഓരോ മതങ്ങളുടെയും നിയമങ്ങൾ സെപ്പറേറ്റ് ആയി തന്നെ നിലനിൽക്കുന്നു. പക്ഷെ അതിന്റെ ഉള്ളിൽ നിലനിന്നിരുന്ന എല്ലാ വിവേചനങ്ങളും ഇൻ ടേംസ് ഓഫ് ജെൻഡർ, കാസ്റ്റ് എക്സെട്ര എടുത്തു മാറ്റുന്നു. ഒരു ഇന്റേണൽ റെഫർമേഷൻ പോലെ. അങ്ങനെ 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി മുതൽ നിലനിൽക്കുന്ന വളരെ കോൺട്രവേഴ്ഷ്യൽ ആയ ഒരു ഡിബേറ്റിന്റെ 2 ഭാഗങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾ ഇതിൽ ഏത് ഭാഗത്താണെന്ന്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഡിബേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നത് ഒരു വശത്ത് മതസ്വാതന്ത്ര്യം, മറുവശത്ത് യൂണിഫോം സിവിൽ കോഡ്. പക്ഷെ ഇതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ഒരു വശത്ത് മതസ്വാതന്ത്ര്യം, അതായത് സമുദായങ്ങളുടെ അവകാശങ്ങൾ, മറുവശത്ത് യൂണിഫോം സിവിൽ കോഡ്, മനുഷ്യാവകാശം, സമത്വം, സാമൂഹിക നീതി. ഒരു ജനാധിപത്യ മതേതര രാജ്യത്തിൽ മനുഷ്യാവകാശങ്ങളാണ് എന്നും സാമുദായിക അവകാശങ്ങളെക്കാൾ ഉയർന്നു നിൽക്കേണ്ടത്. ആ ചോദ്യത്തിലേക്ക് നമുക്ക് തിരികെ വരാം. ഇന്ത്യയിൽ UCC നിലവിൽ കൊണ്ടുവരേണ്ടതിന്റെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇതിന് 2 തരത്തിലുള്ള ഉത്തരം ഞാൻ തരാം. UCC എന്ന ആശയം മാത്രം പരിഗണിച്ചാൽ തീർച്ചയായും യൂണിഫോം സിവിൽ കോഡ് ഏതൊരു മതേതര രാജ്യത്തിന്റെയും ഭംഗി കൂട്ടും. പക്ഷെ അതെല്ലാം നമ്മൾ ഏത് മോഡൽ ഓഫ് UCC നിലവിൽ കൊണ്ടുവരുന്നു എന്നതിനെ മാത്രം ആശ്രയിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഗോവൻ സിവിൽ കോഡിനെ വളരെയധികം പ്രശംസിക്കുകയുണ്ടായി. ഇന്ത്യയിൽ UCC നിലവിലുള്ള ഒരേയൊരു സംസ്ഥാനം ഗോവയാണ്. പക്ഷേ ഗോവൻ മോഡൽ ഓഫ് സിവിൽ കോഡ് അല്ലെങ്കിൽ ഗോവ സിവിൽ കോഡ് എന്നത് ഇന്ത്യ ആസ് എ നേഷന് നോക്കിക്കാണാൻ സാധിക്കുന്ന ഒരു പെർഫെക്റ്റ് മോഡൽ അല്ല. ഇൻഫാക്ട് യൂണിഫോമിറ്റി ഉണ്ട് എന്നതിനർത്ഥം അവിടെ ജസ്റ്റിസ് ഉണ്ട് എന്നല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് ഗോവ സിവിൽ കോഡ്. അതിന് അതിൻ്റെതായ പോരായ്മകളുണ്ട്. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയി കടക്കുന്നില്ല. എനിവേ, ഇന്ത്യക്ക് വേണ്ടത് പ്രോഗ്രസീവായ ഒരു യൂണിഫോം സിവിൽ കോഡാണ്. എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ കണക്കാക്കുന്ന, ഒരുപോലെ പരിഗണിക്കുന്ന ഒന്ന്. സെക്കൻഡ് തിങ്, മോഡൽ നന്നായാൽ മാത്രം പോരാ, ഇംപ്ലിമെന്റേഷനും നല്ലതാവണം. UCCയിലേക്കുള്ള ഒരു നല്ല നീക്കമായിരുന്നു സ്പെഷ്യൽ മാരേജസ് ആക്ട് ഓഫ് 1954. പക്ഷെ ഇംപ്ലിമെന്റേഷൻ വ്യക്തമായില്ല, നല്ല മാറ്റങ്ങൾ സൃഷ്ടിച്ചില്ല. അത് ഇവിടെയും സംഭവിച്ചുകൂടാ. എല്ലാ മതവിഭാഗങ്ങളുടെയും അഭിപ്രായം കണക്കിലെടുത്ത് വേണം സർക്കാർ ഒരു മോഡൽ മുൻപോട്ട് വെക്കാൻ. അവസാന ചോദ്യം, ഇന്ത്യയിൽ UCC കൊണ്ടുവരേണ്ടതിന്റെ ഉചിതമായ സമയമാണോ ഇത്? എന്റെ അഭിപ്രായത്തിൽ ഉത്തരം അല്ല എന്നാണ്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ രാജ്യത്തിൽ വർഗീയ കലാപങ്ങൾ വർദ്ധിച്ചു വരികയാണ്. മതത്തിന്റെ പേരിലുള്ള അസഹിഷ്ണുത കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഈയൊരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്നാൽ അത് നിലവിൽ അവശേഷിക്കുന്ന സഹിഷ്ണുതയെ കൂടി എടുത്തു കളഞ്ഞുവെന്ന് വരാം. ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഇടയിൽ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിച്ചുവെന്ന് വരാം. നമ്മുടെ കമ്മ്യൂണൽ ഹാർമണിയെ മുറിവേൽപ്പിച്ചുവെന്ന് വരാം. അതുകൊണ്ട് തന്നെ 1950-ലെ തീരുമാനം ആവർത്തിക്കുന്നതാവും നല്ലത്. തൽക്കാലം ഇപ്പോൾ വേണ്ട. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയ ടോപ്പിക്കാണ്. പലർക്കും പല അഭിപ്രായങ്ങളാണ്. ഞാനിവിടെ 2 പക്ഷങ്ങളും അൺബയസ്ഡ് ആയ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് പറഞ്ഞു. നൗ ദി റെസ്റ്റ് ഇസ് അപ് ടു യു. വീഡിയോ എഡ്യൂക്കേഷണൽ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും ഒക്കെ ഇടയിൽ ഷെയർ ചെയ്യുക. ഒരു കാര്യം കൂടിയുണ്ട്, ഒരുപാട് പേരുടെ അഭിപ്രായ പ്രകാരം ഞാൻ ഉടനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്, ഒരു Q&A സെഷൻ പോലെ. അതുകൊണ്ട് എന്നോട് ചോദിക്കാനുള്ള എന്ത് ചോദ്യവും കോമന്റ് ബോക്സിലൂടെ അറിയിക്കാം. താങ്ക് യു സോ മച്ച്.